ഹലോ എവരി വൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. എൻ്റെ ഈ പ്ലേലിസ്റ്റ് ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവൽ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ഓൾറെഡി 5 വീഡിയോസ് ഇതേ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 6th വീഡിയോയാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അറ്റാക്കേഴ്സ് എങ്ങനെയാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പഠിച്ചത്. അതിനായി നമ്മൾ ഗൂഗിൾ ഡോർക്കിംഗ് അതായത് ഗൂഗിൾ ഹാക്കിംഗ് ഡേറ്റാബേസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു. എന്നാൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ചില ഓപ്പൺ സോഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകൾ വഴി എങ്ങനെയാണ് അറ്റാക്കർക്ക് ഒരു വിക്ടിമിൻ്റെ മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യമായി ഇന്ന് പഠിക്കുവാൻ പോകുന്നത് OS INT എന്നതിനെക്കുറിച്ചാണ്. OS INT എന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്. ഒരുപക്ഷെ നിങ്ങൾ വളരെയേറെ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കാം ഓപ്പൺ സോഴ്സ്. എന്താണ് ഓപ്പൺ സോഴ്സ് എന്ന് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളത് അത് ലിനക്സ് OS ആണ്, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എന്നൊക്കെയാണ്. എന്നാൽ നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ സോഴ്സ് കോഡ് അവൈലബിൾ ആയതുകൊണ്ടാണ് ലിനക്സിന് ഓപ്പൺ സോഴ്സ് എന്ന് പറയാൻ കാരണം. എന്നാൽ ഇവിടുത്തെ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് സെയിം അല്ല. ഏത് ഇൻഫർമേഷൻസ് ആണോ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനെയാണ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരുപക്ഷെ ഒരു ന്യൂസ് വഴിയോ ഒരു പോസ്റ്റർ വഴിയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയോ അങ്ങനെ എന്ത് വഴിയാണെങ്കിലും ഒരു ഇൻഫർമേഷൻ പബ്ലിക്കലി ഇപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഇൻഫർമേഷൻസിനെ എല്ലാം ഓപ്പൺ സോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഇൻഫർമേഷൻ എന്ന് പറയും. അറ്റാക്കേഴ്സിന് ചില മെത്തേഡ്സ് ഉപയോഗിച്ച് ചിലപ്പോൾ ടൂൾസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ എങ്ങനെയാണെങ്കിലും ഈ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. ഇങ്ങനൊരു ഫ്രെയിംവർക്കുണ്ട്. ഈ ഫ്രെയിംവർക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാമെന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഏത് ഇൻഫർമേഷൻസ് ആണോ വേണ്ടത്, ഇപ്പോൾ പീപ്പിൾ സെർച്ച് എഞ്ചിൻ ഒരാളുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതായത് ഇതിൽ ഏത് മെത്തേഡ് നോക്കിയാലും നമ്മൾക്ക് ഒരാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുവാൻ കഴിയും. ഇതൊരു ഫ്രെയിംവർക്ക് മാത്രമാണ്, അതായത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാമെന്നതിന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു മെത്തേഡ് വഴി അപ്രോച്ച് ചെയ്യുക. ഇതേപോലെ പല പല ടോപ്പിക്സിലൂടെ ഉണ്ട്. ഇവിടെ AI ടൂൾ ഉപയോഗിച്ചിട്ടുള്ള പല ഇൻഫർമേഷൻസ് ഗ്യാതറിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഡാർക്ക് വെബിനെ കുറിച്ച് അറിയാനാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് അറിയാനാണെങ്കിലോ ഇപ്പോൾ ഏതൊക്കെ ഫ്രെയിംവർക്ക് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കണം തുടങ്ങിയ കൃത്യമായ ഗൈഡ് ലൈൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ത്രെഡ് ഇൻ്റലിജൻസ് വഴിയിട്ട് നമുക്ക് ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ പറയുന്ന ടൂൾസ് എല്ലാം ഉപയോഗിച്ചാണ് നമുക്ക് ഒരു ത്രെഡ് ഇൻ്റലിജൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് സൈബർ അറ്റാക്കിനെ കുറിച്ചൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടുന്ന സൈറ്റാണ് ഇതൊക്കെ. ജിയോ ലൊക്കേഷൻസ് ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പ് അല്ലേ. എന്നാൽ അതല്ലാതെ വേറെ ഇത്രയും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് നമുക്ക് ഒരു പക്ഷേ അറിയില്ലായിരുന്നിരിക്കാം. ഇനി നമുക്ക് അല്പം കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡ് പഠിക്കാം. അതിൻ്റെ പേരാണ് ഹൂയിസ് ലുക്കപ്പ്. ഹൂയിസ് ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾക്ക് ഏതൊക്കെ ഒരു ഡൊമൈൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡൊമൈൻ എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, ആ ഡൊമൈൻ എന്നാണ് എക്സ്പയർ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ IP അഡ്രസ്സ് എന്താണ്, അതിൻ്റെ ഓണർ ആരാണ്, അവരുടെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഹൂയിസ് ടൂളിൻ്റെ ഉപയോഗം. ഈ ഹൂയിസ് എന്ന് പറയുന്ന ടൂൾ തന്നെ കാലി ലിനക്സ് OSൽ ബൈ ഡിഫോൾട്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു വെബ് ബേസ്ഡ് വേർഷനാണ്. ഇതിൻ്റെ പേര് ഹൂയിസ് ഡൊമൈൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. എന്നാൽ ഇതിൻ്റെ പല പല ഓൾട്ടർനേറ്റീവ് വെബ്സൈറ്റ്സുകളും അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നത് ഇതേ വെബ്സൈറ്റ് തന്നെ, അതായത് ഹൂയിസ് ഡൊമൈൻ എന്ന് പറയുന്ന സൈറ്റ് എന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ജസ്റ്റ് ആ സൈറ്റിൻ്റെ URL കോപ്പി ചെയ്ത് ഇവിടെ കൊടുത്താൽ മതി. ഇതൊരു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് ആ സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് എന്നാണ്, അതിൻ്റെ IP അഡ്രസ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് തുടങ്ങിയ പല ഇൻഫർമേഷൻസും കിട്ടും. എന്നാൽ ചില സൈറ്റിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ്
ഹൈഡ് ചെയ്യാനും കഴിയാറുണ്ട്. അതുപോലെ ഞാൻ ഫേസ്ബുക്കും ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഫേസ്ബുക്കിൻ്റെ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, എന്നാണ് അത് എക്സ്പയർ ആകാൻ പോകുന്നത്. അതേപോലെ അതിൻ്റെ സെർവർ ഇൻഫർമേഷൻസ്, അതിൻ്റെ IP ലൊക്കേഷൻസ് എവിടെയാണ്, IP അഡ്രസ്സ് എന്താണ്, തുടങ്ങിയ പല ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും ചില വെബ്സൈറ്റിലെ കണ്ടൻറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മോഡിഫൈ ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ആ റിമൂവ് ചെയ്ത കണ്ടൻറ്റ് നമുക്ക് പിന്നെ കാണാൻ കഴിയുകയില്ല. എന്നാൽ എത്ര വർഷം മുമ്പ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യപ്പെട്ടതോ ആയ കാര്യങ്ങൾ പോലും ഇൻ്റർനെറ്റിൽ സേവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് വേബാക്ക് മെഷീൻ. നമുക്ക് ഈ വേബാക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് എത്ര കൊല്ലം പഴയ വെബ്സൈറ്റിൻ്റെയും അച്ചീവ് ആയിട്ടുള്ള പേജസ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നുണ്ടായിരുന്ന പോളിസീസ് എന്തൊക്കെയാണ്, ഇപ്പോൾ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്, അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, എന്തൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടു, തുടങ്ങിയ എല്ലാ കാര്യവും നമുക്ക് അവിടെ നിന്ന് അറിയുവാൻ കഴിയും. ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ICICI ബാങ്കിൻ്റെ വെബ്സൈറ്റ് URL ആണ്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ICICI ബാങ്കിൻ്റെ വെബ്സൈറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് അറിയാനാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് നമ്മുടെ ടാർഗറ്റ് വെബ്സൈറ്റിൻ്റെ URL കോപ്പി ചെയ്യുക, എന്നിട്ട് വേബാക്ക് മെഷീനിൽ കൊടുക്കുക. ഇപ്പോൾ വേബാക്ക് മെഷീൻ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കലണ്ടർ അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ കലണ്ടറിൽ ഇയർ ബേസ് കാണിക്കും. നമ്മൾ ആ ഇയർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് പർട്ടിക്കുലർ മന്ത്, ഏത് പർട്ടിക്കുലർ ഡേറ്റ് തുടങ്ങി സെലക്ട് ചെയ്ത് അന്ന് ആ സമയത്ത് ആ വെബ്സൈറ്റ് എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സൈറ്റ് എങ്ങനെയായിരുന്നു എന്നാണ്. ഇതിലൂടെ ആ സൈറ്റിൽ മുമ്പുണ്ടായിരുന്ന പോളിസീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്, പണ്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻസ് ഇപ്പോൾ മാറ്റം വരുത്തിയത് എന്തൊക്കെയാണ്, നമുക്ക് പഴയ ഏതൊരു ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിബിലിറ്റീസ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഇമേജിനെ ബേസ് ചെയ്തും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ പിക്ചർ കാണുകയാണെങ്കിൽ ആ പിക്ചറിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഏത് ലൊക്കേഷനിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ ഏത് ലൊക്കേഷനിലാണ് എന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പിക്ചേഴ്സ്, ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ഇമേജസ്, അല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല പല വെബ്സൈറ്റുകളുണ്ട്. ഇതെല്ലാം ഒരു ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് ടൂളാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ പിക്ചർ ബേസ് ചെയ്തിട്ട് ആ ലൊക്കേഷൻ അത് ഫൈൻഡ് ചെയ്ത് തരും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ചാർമിനാറിൻ്റെ ഒരു പിക്ചറാണ്. ഈ ചാർമിനാറിൻ്റെ പിക്ചർ ഇവിടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ബിൽഡിംഗ് എവിടെയാണുള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളുണ്ട്. അതേപോലെ ചില സെർച്ച് എഞ്ചിനുകളിൽ ഇമേജ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഗൂഗിൾ ലെൻസും മറ്റൊരു തരത്തിലുള്ള ഇമേജ് സെർച്ചിങ് ടൂളാണ്. ഇനിയും പറയാനുള്ളത് IP അഡ്രസ്സിൻ്റെ കേസാണ്. ചില കേസിലൊക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഡിവൈസ് മറ്റൊരു IP ലൊക്കേഷനിൽ നിന്നൊരാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ IP അഡ്രസ്സ് ഏത് രാജ്യത്തു നിന്നാണ് ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ നിന്നാണ് ട്രൈ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് ധാരാളം ഓപ്പൺ സോഴ്സ് വെബ്സൈറ്റ്സുകളുണ്ട്. അതിലൊന്നാണ് IP ലൊക്കേഷൻ. ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ IP അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് ഈ IP ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഹൈദരാബാദിലാണ്. അതേപോലെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് എക്സാക്ട് ലൊക്കേഷൻ അയക്കുകയില്ല, എന്നാൽ ഒരു 50 കിലോമീറ്റർ റേഡിയസ് വരെ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. നമുക്ക് ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വെച്ച് തന്നെ ഗൂഗിൾ മാപ്പിലും ട്രൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൻ്റെ ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.